നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആശുപത്രി ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾക്ക് ചികിത്സാ ചിലവിന് സാമ്പത്തിക പരിരക്ഷ ലഭിക്കുന്ന സംവിധാനമുണ്ട്. എന്നാൽ നിരവധി പേർക്ക് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഈ കാർഡ് ലഭിക്കാൻ അക്ഷയ കേന്ദ്രത്തിലോ ജനസേവന കേന്ദ്രത്തിലോ പോകണമെന്ന് പലരും ഇപ്പോഴും കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൈവശം ഒരു സ്മാർട്ട് ഫോണും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്നു തന്നെ വളരെ എളുപ്പത്തിൽ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ആയുഷ്മാൻ കാർഡ് എന്താണ്, ആരാണ് ഈ കാർഡ് ഉപയോഗിക്കേണ്ടത്, വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ഈ KYC എങ്ങനെ പൂർത്തിയാക്കാം, ആയുഷ്മാൻ ഭാരത് ആപ്പ് ഉപയോഗിച്ച് കാർഡ് എടുക്കുന്ന രീതി, ആശുപത്രിയിൽ പോകുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കാർഡിലെ പേര്, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ തെറ്റാണെങ്കിൽ എങ്ങനെ തിരുത്താം, ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ ഈ പദ്ധതി എന്താണെന്ന് നോക്കാം. ആരോഗ്യ ചികിത്സയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ സംരക്ഷണ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. അംഗീകൃത ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുമ്പോൾ പദ്ധതിയുടെ നിബന്ധനകൾക്ക് വിധേയമായി ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന ഒരു സംവിധാനമാണിത്. അതായത് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് സഹായം ലഭിക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ചികിത്സകളും എല്ലാ ആശുപത്രികളിലും ഒരേ രീതിയിൽ ഉൾപ്പെടണമെന്നില്ല. ആശുപത്രിയും ചികിത്സയുടെ സ്വഭാവവും പദ്ധതിയുടെ മാനദണ്ഡങ്ങളും അനുസരിച്ചായിരിക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുക. ഇനി എന്തുകൊണ്ടാണ് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടെന്നുള്ള കാര്യം പറയാം. പലരും ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം വരുമ്പോഴാണ് കാർഡിനെ കുറിച്ച് അന്വേഷിക്കുന്നത്. അങ്ങനെ അവസാന നിമിഷം അന്വേഷിക്കുന്നതിന് പകരം ഇപ്പോൾ തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം അടിയന്തര സാഹചര്യങ്ങളിൽ സമയം ലാഭിക്കാനും ആവശ്യമായ വിവരങ്ങൾ ഉടൻ ലഭ്യമാക്കാനും ഇത് സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ എല്ലാ അർഹരായ അംഗങ്ങൾക്കും കാർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ എന്തെല്ലാം വേണമെന്നുള്ളത് പറയാം. ആവശ്യമായ രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, റേഷൻ കാർഡ് നമ്പർ അല്ലെങ്കിൽ ബെനിഫിഷ്യറി ID ലഭ്യമാണെങ്കിൽ ഇന്റർനെറ്റ് സൗകര്യമുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ഈ വിവരങ്ങൾ തയ്യാറാക്കി വെച്ചാൽ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാകും. ഇനി മൊബൈൽ ഉപയോഗിച്ച് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒന്നാം ഘട്ടം, ഫോണിലെ ഏതെങ്കിലും ബ്രൗസർ തുറക്കുക. ശേഷം NHA ബെനിഫിഷ്യറി പോർട്ടൽ സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, NHA ബെനിഫിഷ്യറി പോർട്ടൽ. അവിടെ ബെനിഫിഷ്യറി ലോഗിൻ തിരഞ്ഞെടുക്കുക. ഘട്ടം 2, നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. തുടർന്ന് ലഭിക്കുന്ന OTP നൽകി ലോഗിൻ ചെയ്യുക. ഇപ്പോൾ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. കേരളത്തിൽ നിന്നാണെങ്കിൽ കേരള തിരഞ്ഞെടുക്കുക. പിന്നീട് സ്കീം തിരഞ്ഞെടുക്കുക. തുടർന്ന് ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക. ഈ നാലാം ഘട്ടം, സെർച്ച് ബൈ എന്ന ഭാഗത്ത് ആധാർ നമ്പർ അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ എന്നതിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കുക. ആവശ്യമായ നമ്പർ നൽകി സെർച്ച് ചെയ്യുക. ഇനി അഞ്ചാം ഘട്ടം, ഇപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലെ അർഹരായ അംഗങ്ങളുടെ വിവരങ്ങൾ സ്ക്രീനിൽ കാണാം. കാർഡ് ഇതുവരെ സൃഷ്ടിച്ചില്ലെങ്കിൽ അതിനടുത്തായി ആക്ഷൻ എന്ന ഓപ്ഷനും കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ KYC പൂർത്തിയാക്കണം. ആധാർ OTP ഉപയോഗിച്ച് തിരിച്ചറിയൽ സ്ഥിരീകരിക്കുക. ചിലപ്പോൾ ലൈവ് ഫോട്ടോ എടുക്കാനും ആവശ്യപ്പെടാം. സ്ക്രീനിൽ കാണുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കുക. ഇനി ഏഴാം ഘട്ടം, ഈ KYC വിജയകരമായി പൂർത്തിയാക്കിയാൽ ഡൗൺലോഡ് കാർഡ് എന്ന ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ PDF രൂപത്തിൽ നമ്മൾക്ക് കാർഡ് ഫോണിൽ സേവ് ചെയ്യാം. ഈ PDF നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ സാധിക്കും. ഇനി ആയുഷ്മാൻ ഭാരത് ആപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കും. വെബ്സൈറ്റ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരു എളുപ്പമാർഗമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ആയുഷ്മാൻ ഭാരത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം മൊബൈൽ നമ്പർ നൽകി OTP വഴി ലോഗിൻ ചെയ്യുക. ആധാർ നമ്പർ അല്ലെങ്കിൽ റേഷൻ കാർഡ് നമ്പർ നൽകി വിവരങ്ങൾ പരിശോധിക്കുക. ആവശ്യമായാൽ ഫേസ് ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ ആധാർ OTP ഉപയോഗിച്ച് തിരിച്ചറിയൽ പൂർത്തിയാക്കുക. തുടർന്ന് കാർഡ് ജനറേറ്റ് ചെയ്ത് ഫോണിൽ സൂക്ഷിക്കാം.
ഇനി പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ കാർഡോ PDF ആശുപത്രിയിൽ കാണിച്ചാൽ മതിയാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. എങ്കിലും തിരിച്ചറിയലിനായി ആധാർ കാർഡ് പോലുള്ള രേഖകൾ കൈവശം കരുതുന്നത് നല്ലതാണ്. പേരിന്റെ സ്പെല്ലിംഗ് തെറ്റാണോ, ജനന തീയതി വ്യത്യാസമാണോ, മൊബൈൽ നമ്പർ മാറിയോ എന്നിങ്ങനെയാണെങ്കിൽ ബെനിഫിഷ്യറി പോർട്ടലിൽ ലഭ്യമായ റിഡോ KYC ഓപ്ഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ തിരുത്താൻ സാധിക്കുന്നതായിരിക്കും. തിരുത്തലുകൾ ചെയ്യുമ്പോൾ ആധാറിലുള്ള വിവരങ്ങളാണ് അടിസ്ഥാനമാവുന്നത്. OTP സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒരു പ്രധാന അറിയിപ്പാണ്, OTP ഒരിക്കലും മറ്റൊരാൾക്ക് കൈമാറരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അത് ഫേക്ക് ആയിട്ടുള്ള വ്യാജന്മാരായിരിക്കും, അത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം PDF ഒരു സുരക്ഷിത ഫോൾഡറിൽ സൂക്ഷിക്കുക. വാട്സപ്പിൽ സ്വയം അയച്ച് ബാക്കപ്പ് സൂക്ഷിക്കാം. ഗൂഗിൾ ഡ്രൈവ് പോലുള്ള ക്ലൗഡ് സ്റ്റോറേജുകളിലും സൂക്ഷിക്കാം. വീട്ടിലെ മറ്റ് അർഹരായ അംഗങ്ങളുടെ കാർഡ് പരിശോധിക്കുക. ഇനി നമ്മൾക്ക് സമീപകാലത്ത് 70 വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള അർഹരായ മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായി വർഷത്തിൽ 5 ലക്ഷം രൂപ ലഭ്യമാകുന്ന ആരോഗ്യ പദ്ധതി ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക വ്യവസ്ഥകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ 70 വയസ്സ് കഴിഞ്ഞ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ ഇതിലാരെങ്കിലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.